Hello everyone, MBA Cloud മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KMAT എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ജൂലൈ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് റിവ്യൂ ചെയ്യുന്നത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കാം. ചില ക്വസ്റ്റ്യൻസ് മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇല്ലാത്ത ചില ക്വസ്റ്റ്യൻസ് കാണാം. 23 ഫെബ്രുവരി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ചുകൂടെ സ്ലൈഡ് സെയിം ഇയർ തന്നെയുള്ള മറ്റ് 23 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാം. ഇതിൻ്റെ ഡിഫറൻസുകൾ, പുതിയ അപ്രോച്ചുകളൊക്കെ നമുക്ക് നോക്കാം. സോ 101 മുതൽ യൂഷ്വലി സാധാരണ ഇങ്ങനെയാണ് ഓർഡർ വരാറ്. ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് പാർട്ട് വരുന്നതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പിന്നീട് മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അഗെയിൻ, പിന്നീട് ലോജിക്കൽ റീസണിങ്, പിന്നെ 40 ക്വസ്റ്റ്യൻ GK. അപ്പോൾ ആ ഓർഡറിലാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അഗെയിൻ അപ്പം സാധാരണ ഉണ്ടാകുന്ന ഡൗട്ടാണ് നമുക്കൊരു ക്വസ്റ്റ്യനിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. നമ്മുടെ ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിനേഷൻ ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള വീഡിയോയിനകത്ത് നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പാലറ്റ് 150 ക്വസ്റ്റ്യൻസിൻ്റെ പേരുള്ള പാലറ്റ് കാണാൻ പറ്റും. ആ പാലറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. റഫ്ലി നമുക്ക് കിട്ടുന്നൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് കിട്ടുന്നൊരു ഐഡിയ 1 മുതൽ 50 വരെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, 60 to 100 ക്വസ്റ്റ്യൻ അഗെയിൻ മാത്സ്, 101 മുതൽ 140 വരെ വെർബൽ ആപ്റ്റിറ്റ്യൂഡ്, 141 മുതൽ 180 വരെ ഇംഗ്ലീഷ് GK അങ്ങനെ കിട്ടാറ്. അപ്പോൾ ആ രീതിയിലൊന്ന് മൂവ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇനി ഇതെല്ലാം മിക്സ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്കങ്ങനെ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ ചിലപ്പോൾ ഒരുപക്ഷെ പാടായിരിക്കും. പക്ഷേ യൂഷ്വലി ഒരു പ്രീവിയസ് ഇയർ എക്സാം എഴുതി കുട്ടികളുടെ ഫീഡ്ബാക്കിൽ നമുക്ക് ഒരു സെക്ഷൻസ് ഒരുമിച്ചായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ രീതി 2023 ഫെബ്രുവരി ക്വസ്റ്റ്യൻ പേപ്പറിന് സിമിലർ ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 103 മുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു, ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചാണ്, അതുകൊണ്ട് അത് അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ 2 കൺക്ലൂഷൻസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കി തരുന്നു. ഇതിലൊന്ന് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കണം നിങ്ങൾ എപ്പോഴായിട്ടും. അപ്പോൾ ചില കാര്യങ്ങൾ ഈസി ആയിട്ട് കിട്ടും, ചിലത് വളരെ സമയമെടുത്ത് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്ന ടൈപ്പും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഉള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ 1-2 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്കൊന്ന് ക്വിക്ക്ലി ഒന്ന് റിവ്യൂ നോക്കാം. ഇതിൽ നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 104 എന്ന് നോക്കാം. 104 ക്വസ്റ്റ്യൻ നമ്പർ 104. ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ടു കൺക്ലൂഷൻ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദോസ് ഹു നോ ഡു നോട്ട് സ്പീക്ക്, ദോസ് ഹു സ്പീക്ക് ഡു നോട്ട് നോ. ദോസ് ഹു നോ ഡു നോട്ട് സ്പീക്ക്, അറിയുന്ന ആളുകൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല എന്നർത്ഥത്തിലാണ്. സോ ഓൾ ദോസ് ഹു സ്പീക്ക് നോ എവരിത്തിങ് എന്നാണ് ഒരു കൺക്ലൂഷൻ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല. ഓൾ ദോസ് ഹു സ്പീക്ക് നോ എവരിത്തിങ്. ദോസ് ഹു നോ ഡു നോട്ട് സ്പീക്ക്, ദോസ് ഹു സ്പീക്ക് ഡോണ്ട് നോ എന്നാണ് എഴുതിയിരിക്കുന്നത്. സംസാരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ഓൾ ദോസ് ഹു സ്പീക്ക് നോ എവരിത്തിങ്, അത് അപ്പം തെറ്റാണ്. അഗെയിൻ ഓൾ ദോസ് ഹു ഡോണ്ട് സ്പീക്ക് ഡോണ്ട് നോ എവരിത്തിങ്, സംസാരിക്കാത്ത ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല എന്നിവിടെ എഴുതിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ അർത്ഥം ഇവിടെ വരുന്നില്ല. അറിയുന്ന ആളുകൾ സംസാരിക്കുന്നില്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. അറിവുള്ള സംസാരിക്കുന്നില്ല, അധികം സംസാരിക്കുന്നില്ല എന്നർത്ഥത്തിൽ പറയുമല്ലോ. ഓക്കെ, ഓൾ ദോസ് ഹു ഡു നോട്ട് സ്പീക്ക് ഡു നോട്ട് നോ എവരിത്തിങ് എന്നങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 2 കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട്, 2 കൺക്ലൂഷൻ തെറ്റായതുകൊണ്ട് നെയ്തർ കൺക്ലൂഷൻ 1 നോ കൺക്ലൂഷൻ 2 ഫോളോസ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം വരുന്നത്. ഓക്കെ, നൗ തുടർന്ന് ആ ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻസ് ഇനി കാണാൻ പറ്റും. 23 ഫെബ്രുവരി മാസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിവ്യൂ ചെയ്ത പോലെ തന്നെ അടുത്തൊരു കുറച്ച് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഒരു ലാർജർ ആയിട്ടുള്ള പാരഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 106 മുതലാണ് കാണുന്നുണ്ട്. കുറച്ച് വലിയ പാരഗ്രാഫ് വരുന്നു. എഗെയിൻ സിമിലർ ആയിട്ട് കൺക്ലൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ സമയം കൂടെ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ചിലത് വലിയ പാരഗ്രാഫാണ്, ചെറിയ പാരഗ്രാഫാണ്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ടൈം നോക്കി മാനേജ് ചെയ്ത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പം അങ്ങനത്തെ ഏതാനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതും ഇതിലും ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. 23 ജൂലൈയിലെ 23 സെക്ഷനിലും അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന റീസൺ ആൻഡ് അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് പ്രീവിയസ്ലി റിവ്യൂ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ 116ാമത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ
ഒക്കെയാണ് 116 മുതലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അസർഷൻ പൂർ പീപ്പിൾ മൈഗ്രേറ്റ് ടു ബിഗർ സിറ്റീസ് ഫോർ ലിവ്ലിഹുഡ്. റീസൺ ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ഇൻ ദ സ്മോളർ സിറ്റീസ് ആർ ലോ എന്നാണ് ഒരു അതിൻ്റെ റീസണായിട്ട് കൊടുത്തത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു അസേർഷൻ അല്ലെങ്കിൽ റിസൾട്ട് തന്നിട്ടുണ്ട്, ഒരു കോസ് എഫക്റ്റ് പോലെ തന്നെ അതിൽ റിസൾട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ഇൻ സ്മോൾ സിറ്റീസ് ആണല്ലോ. ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്മോൾ സിറ്റീസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കുറവായതുകൊണ്ട് പൂർ പീപ്പിൾ മൈഗ്രേറ്റ് ടു ബിഗർ സിറ്റീസ്. അപ്പം അതുകൊണ്ടാണ് പുതിയ ആളുകൾ വലിയ സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരർത്ഥത്തിൽ അത് ഏറെക്കുറെ ശരിയായൊരു കാര്യമാണ്. കാരണം ആൾക്കാർ കൂടുതൽ ആവശ്യങ്ങൾ കൊണ്ടും ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടും ഒക്കെയാണ് വലിയ സിറ്റികളിലേക്ക് ചെറിയ സിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വലിയ സിറ്റികളിലേക്ക് വരുന്നത്. വളരെ നാച്ചുറലായിട്ട് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ 6 എന്നുള്ളത് എയുടെ ശരിയായ റീസണാണ്. എ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ശരിയായ റീസണാണ്. അപ്പോൾ എ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയുമാണ്, 6 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയുമാണ്. അതേസമയം എയുടെ ശരിയായ റീസൺ, എക്ക് കാരണമാകുന്നത് ഈ പറയുന്ന 6 ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് എയും ബിയും കറക്റ്റാണ്. അതുപോലെ തന്നെ ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ, ആർ ഈസ് എ കറക്റ്റ് റീസൺ ഫോർ എ എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ഇവിടെ ശരിയായിട്ട് വരുന്നു. അപ്പോൾ ഇതാണ് റീസൺ അസർഷൻ. ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ്റെ സെക്കൻഡ് ടൈപ്പിനേക്കാളും കുറച്ചുകൂടെ ഒരു കറക്റ്റായിട്ട് പറയാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ടൈപ്പായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്, ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുക, മുന്നോട്ട് പോകാൻ നോക്കാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മറ്റൊരു പാറ്റേൺ ഡാറ്റ സഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഈ 121 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണാൻ പറ്റും. ഡാറ്റ സഫിഷ്യൻസിക്കകത്ത് കുറച്ചധികം ഒരുപക്ഷെ നമുക്ക് മാത്സ് അറിയേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ലോജിക്ക് അറിയേണ്ടി, അങ്ങനെയൊക്കെ ചിലപ്പോൾ സോൾവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് 122ാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിക്കും. ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മാത്സും കൂടി അറിയെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. In the following question consists of two statements number 1 and 2 given below it. Decide whether data provided in the statement are sufficient to answer the question. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് മതിയാവുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. രണ്ടും കൊണ്ടും ഉപകാരം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി രണ്ടും വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ അതാണ് ചോദിക്കുന്നത്. തന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ സൈഡ് ഈസ് 15 സെൻറ്റിമീറ്റർ, മെഷർ ഓഫ് ദ ഡയഗണൽ ഈസ് 30 സെൻറ്റിമീറ്റർ. അപ്പം ഡിഫറൻസുകൾ റെക്ടാങ്കിൾ സൈഡുകളുടെ ചതുരം സൈഡുകളുടെ ഡിഫറൻസുകൾ 15 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ മെഷർ ഓഫ് ഡയഗണലിൻ്റെ എന്ന് പറഞ്ഞാൽ കോർണർ ടു കോർണർ വരയ്ക്കുന്ന ലൈൻ ഡയഗണലിൻ്റെ ലെങ്ത്ത് 30 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പെട്ടെന്ന് ഒരു ഇക്വേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഫോം ചെയ്ത് നോക്കാം. ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എ മൈനസ് ബി, എയും ബിയും സൈഡായിട്ട് എടുക്കണം. എ മൈനസ് ബി നമുക്ക് 15 എടുക്കാം. എ മൈനസ് ബി എഗെയിൻ മെഷർ ഓഫ് ദ ഡയഗണൽ. അപ്പോൾ എ ബി സൈഡാണെങ്കിൽ മെഷർ ഓഫ് ദ ഡയഗണൽ എന്ന് പറയുന്നത് അപ്പം ആംഗിൾ 90 ആയതുകൊണ്ട് നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 30 സ്ക്വയർ. അത് പൈതഗോറസ് തിയറി ഉപയോഗിച്ച് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ഹൈപ്പോത്തസിസ് സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ എയും ബിയും സൈഡാണെങ്കിൽ നടുക്കൂടെ കോർണർ ടു കോർണർ വരയ്ക്കുന്ന ലൈൻ അതാണ് ഡയഗണൽ വരുന്നത്. അപ്പോൾ അത് ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ ഇവിടെ എച്ച് എന്നുള്ള അല്ലെങ്കിൽ ഡയഗണലാണ് ഹൈപ്പോത്തസിസ് ആയിട്ട് വരുന്നത്, എച്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് 30 സ്ക്വയർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എ ബി കണ്ടുപിടിക്കാം. ശരി, എ ബി ആണ് നമുക്ക് വേണ്ടത്. എ ബി ആണ് അതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എയും ബിയും ആണ് എടുത്തു കഴിഞ്ഞാൽ. അപ്പം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്സ് ചെറുതായിട്ടൊന്ന് അറിയണം. മാത്സ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? അപ്പോൾ ഈ 2 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എയും ബിയും വേണം. അതായത് ഒന്നാം സെൻറ്റൻസും രണ്ടാം സെൻറ്റൻസും കൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടെ സഫീഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ
ബോത്ത് ബോത്ത് 1 and 2 ആർ സഫീഷ്യൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടും വേണം എന്ന അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം തരുവാണെങ്കിൽ ഒന്ന് x+y അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് സിമ്പിളായിട്ട് ആലോചിച്ച് മനസ്സിലാവും. ഓക്കെ, എയും ബിയും x - y = 15, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല നമുക്ക്. അത് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഡയഗണൽ മാത്രം തന്നാലും നമുക്ക് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അങ്ങനെ ഓപ്ഷൻ ഡിയിലേക്ക് നമുക്ക് എത്തുന്നു. അപ്പോൾ ഇതാണ് ഡാറ്റ സഫിഷ്യൻസി എന്നുള്ളൊരു ആംഗിൾ നോക്കുമ്പോഴുള്ള ഒരു അനദർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും 2023 ജൂലൈ KMAT ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധപ്പെടുന്നു. നൗ ഈ ഒരു പാറ്റേൺ കഴിഞ്ഞാൽ പിന്നീട് വന്ന ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ again this is another type of question. 127. If you observe on 127, ഇവിടെ അനലോജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വേണമെങ്കിൽ 127 കാണാം. അനലോജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് പല ഇയറിലും അനലോജി ക്വസ്റ്റ്യൻസ് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അനലോജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതാനും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് പിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അനലോജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് തരാം. അപ്പോൾ എന്താണ് അനലോജി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നേക്കുന്ന ഒരു പെയർ സെൻറ്റൻസ് ഉണ്ട്. ഇപ്പം തൈറോക്സിൻ ടു ഹോർമോൺ ഒരു കണക്ഷനുണ്ട്. അതുകൊണ്ട് അമലൈസ് ടു എന്താണ് എന്നുള്ളൊരു രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, അമലൈസ് ടു എന്താണ് എന്നുള്ള രീതിയിലാണ് കണക്ട് ചെയ്യാൻ ചോദിക്കുകയാണ്. അപ്പോൾ അത് 3-4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കാണും മനസ്സിലാവും. ഇപ്പോൾ തൈറോക്സിൻ ഇസ് ടു ഹോർമോൺ. അപ്പോൾ എന്താണ് ഇത് ബന്ധം? തൈറോക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോണിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമലൈസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതൊക്കെ ആദ്യം തന്നിരിക്കുന്ന ഐഡിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, പിന്നീട് തൈറോയിഡ് എന്ന് എഴുതിയിരിക്കുന്നു, പിന്നെ എൻസൈം എഴുതിയിരിക്കുന്നു, ഡൈജഷൻ എഴുതിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ പറയുന്ന അമലൈസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് അനലോജി. ഒരു കണക്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടും കണക്ട് ചെയ്ത് ഒരു രണ്ട് പേർ തന്നിട്ടുണ്ടാവും. അതിൽ ഒരു കണക്ഷൻ, ഒരു പെയറിൻ്റെ ബന്ധം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ആ സിമിലർ റിലേഷൻഷിപ്പ് അടുത്ത പെയറിലും ഉണ്ടാകും. അപ്പോൾ അത് അടുത്ത പെയറിൻ്റെ റിമൈനിങ് പാർട്ട് കണ്ടുപിടിക്കുക. ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 128 ഒക്കെ ഒരു മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയ ലോജിക്കൽ റീസ് മാത്സും കൂടെ അറിഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഇക്വേഷൻ ചെയ്ത് നോക്കിയാൽ സിമ്പിളായിട്ട് കിട്ടുന്നുള്ളൂ. A is twice old as B. അപ്പോൾ നിങ്ങൾ A is twice old as B എന്ന് പറയുമ്പോൾ നമുക്ക് A is equal to 2B എന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, then 3 years ago A was 3 times old as B എന്ന് എഴുതണം. അപ്പോൾ 3 വർഷം മുമ്പ് എഴുതണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 വർഷം മുമ്പ് ഇപ്പോൾ എയുടെ വയസ്സ് A എന്നെടുത്തു, ബിയുടെ വയസ്സ് B എന്നെടുത്തു. അപ്പോൾ 3 വയസ്സ് മുമ്പ് എയുടെ വയസ്സ് A-3 എടുക്കണം. അപ്പോൾ A-3 is equal to 3 times as old as B. അപ്പോൾ 3 വയസ്സ് മുമ്പ് 3 ടൈമാണ്. അപ്പം ബിയും 3 വർഷം മുമ്പ് B-3 ആണ് ഉണ്ടാവും ബിയുടെ വയസ്സ്. അപ്പോൾ A-3 is equal to 3 into ഇൻസൈഡ് ബ്രാക്കറ്റ് B-3 എന്ന് പറഞ്ഞ ഒരു കൂടെ എഴുതുക. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബിയുടെ ആൻസർ കിട്ടും. വേണമെങ്കിൽ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ ഇത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ അധികം ഇവിടെ പറയണ്ട. അത് 129 മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കറക്റ്റ് ആൽഫബറ്റിക് ഓർഡർ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. ഇതൊരു മുമ്പ് കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്തോ ഒരു വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷേ സിമ്പിളാണ്. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്ന 4 വാക്കുകൾ തന്നിട്ടുണ്ട്. ആ 4 വാക്കുകളെ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളിപ്പം വേർഡിലൊക്കെ എക്സലിലൊക്കെ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കും, നമ്മുടെ പേരുകളൊക്കെ അറ്റൻഡൻസ് ഒക്കെ ഓർഡറിൽ കൊടുക്കും, ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കും. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആ രീതിയിൽ തന്നെ എഴുതുക. അപ്പം രണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്ന എല്ലാം 6 തന്നെ ആയതുകൊണ്ട് അപ്പം അത് സെക്കൻഡ് ഫസ്റ്റ് ലെറ്റർ നോക്കിയിട്ട് അല്ല, സെക്കൻഡ് ലെറ്റർ ഈ തന്നെയാണ്. വ്യത്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd ലെറ്ററിലാണ്. അപ്പോൾ 3rd ലെറ്ററിൽ ഏറ്റവും ആദ്യം വന്നേക്കുന്നത് നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ D ആണ് ഏറ്റവും ആദ്യം വന്നേക്കുന്നത്. അപ്പോൾ D ആദ്യം എഴുതണമെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ D വെച്ച് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്തത് പിന്നെ വന്നേക്കുന്നത് സെക്കൻഡ് ലെറ്ററിൽ കഴിഞ്ഞാൽ D കഴിഞ്ഞാൽ പിന്നെ 3rd ലെറ്ററിൽ അടുത്തത് വരേണ്ടത് എല്ലാം V തന്നെയാണ്. ബാക്കിയെല്ലാം 3 V തന്നെ ആയതുകൊണ്ട് അപ്പം വീണ്ടും നമുക്ക് 4th പോവാം. ബാക്കിയുള്ളത് നോക്കാനായിട്ട് 4th പോവാം. അപ്പോൾ അഗെയിൻ 2 സ്ഥലത്ത് ഒരിടത്ത് E വന്നേക്കുന്നു, ഒരിടത്ത് I വന്നേക്കുന്നു, ഒരിടത്ത് I വന്നേക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ E വന്നൊക്കെ നമ്മൾ വീണ്ടും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ DC എന്നാണ് വീണ്ടും എടുക്കാം. എഗെയിൻ അതുകൊണ്ട് മാത്രമാകുന്നില്ല. ഇനി റിവ്യൂ ഉണ്ട്, റിവൈസും ഉണ്ട്. അപ്പോൾ റിവ്യൂവും റിവൈസും ഉള്ള സ്ഥിതിക്ക്
നമുക്ക് എഗെയിൻ ഡി കഴിഞ്ഞ് റിവ്യൂ കഴിഞ്ഞാൽ റിവ്യൂ എന്ന് പറയുമ്പം എസിനേക്കാൾ മുമ്പ് ഇ വരുന്നതുകൊണ്ട് ആൽഫബറ്റിക്കലി റിവ്യൂ ആണ് ആദ്യം വരേണ്ടത്. അപ്പം അങ്ങനെ റിവ്യൂ നമുക്ക് ഓപ്ഷനായിട്ട് എടുത്ത് അപ്പം അങ്ങനെ ഡി സി ബി എ ആർത്ത് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ശരിയായ ഉത്തരമായിട്ട് ഓപ്ഷൻ ബി ഡി സി ബി എ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 130 ലോജിക്കൽ റീസണിങ്ങിൽ തന്നെ പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അഗൈൻ ദിസ് ഇസ് ദ റിലേഷൻഷിപ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കുറച്ചുകൂടെ വരച്ച് നോക്കി നിങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടി കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് 131 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അഗെയിൻ ബിക്കോസ് അത് ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് തന്നെ നമുക്കൊന്ന് വരച്ച് നോക്കാൻ നമുക്ക് എളുപ്പമുണ്ടാവും. 130 introducing Aman said he is the only son of my father's only son. ഇത് only son of my father's only son എന്ന് പറയാണ്. അപ്പം അത് ഒന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും. അഗെയിൻ ഇങ്ങനെയാണ് പറയുന്നത്. ഇൻട്രൊഡ്യൂസിങ് അമൻ സെഡ് he is the only son of my father's only son. റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തൊരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് അതിൽ നോക്കാം. ഇങ്ങനെ ഇപ്പം കോഡിംഗ് ആണ് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഈ കോഡിങ്ങിൽ ഒരു ചെറിയൊരു പ്രശ്നം എപ്പോഴും ഉള്ളത്, കോഡിങ്ങിനകത്ത് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ കോഡിംഗ് ആണ്. ചില സമയത്ത് കോഡിംഗ് ക്വസ്റ്റ്യൻസിൽ ചില എറർ ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം അത് നോർമൽ കോഡിങ്ങിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻ മിസ്സിങ് ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് കോഡിങ് ഒന്ന് കെയർഫുള്ളായിട്ട് നിങ്ങളൊന്ന് നോക്കുക. എഗെയിൻ സാധാരണ നോർമൽ രീതിയിലുള്ള കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഇവിടെ പിൻ ചെയ്ത് വെക്കുകയാണ്. അപ്പം യൂഷ്വലി ഉള്ള കോഡിംഗ് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കെമാറ്റിൽ ഈ ചില വർഷങ്ങളിലെ കോഡിങ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കൺവേർഷൻ പോസിബിലിറ്റി കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ക്വസ്റ്റ്യൻ 134 കോഡിങ് കുറച്ച് ബുദ്ധിമുട്ടേറിയ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ്, കോഡിങ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് ടൈം അതിനുവേണ്ടി കളയരുത്. കാരണം കോഡിങ് നമുക്ക് ഇപ്പം കിട്ടുന്നുള്ള ടെംപ്റ്റ് ചെയ്യിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അത് ലാസ്റ്റിലേക്ക് സോൾവ് ചെയ്യാൻ നോക്കുക. ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു ലോജിക്ക് കിട്ടാൻ പെട്ടെന്ന് കിട്ടും. ഡയറക്റ്റ് കോഡിംഗ് ഉണ്ട്, അതായത് നമ്മൾ നേരിട്ട് നമ്പേഴ്സുകൾ കൺവേർട്ട് ചെയ്യുന്ന പൊസിഷൻ മാറ്റാണ്ട് തന്നെ ഓരോ കറക്റ്റ് മാറി ചെയ്യുന്ന കോഡിംഗ് ഉണ്ട്. അതല്ലാണ്ട് പലതരത്തിലുള്ള ആൽഫബറ്റിക്കലി +1 +2 അങ്ങനെ പല രീതിയിലുള്ള കോഡിംഗ് ഉണ്ട്. ഞാൻ പിൻ ചെയ്ത വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേരിയേഷൻസ് കാണാൻ പറ്റും. ലൈക്ക് ഇവിടുത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടേറിയ രീതിയിലാണ് കോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ആംബുലൻസ് ഈ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ ലാസ്റ്റ് ലെറ്റർ ഇ മാറിയിട്ടില്ല. അപ്പം ആ ഇയെ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ വാക്കുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുക. ഒന്ന് AMBU എന്ന് പറയുന്നൊരു വാക്കെടുക്കുന്നു, ഒന്നായിട്ട് സ്പ്ലിറ്റ് ഒരു പോർഷൻ, പിന്നീട് LANC എന്നുള്ള 2 പോർഷൻ എടുക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് പോർഷൻ AMBU എന്നുള്ള പോർഷൻ എടുത്തതിന് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. LANC എന്നുള്ള പോർഷൻ LANC എന്നുള്ള പോർഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സ് ചെയ്ത ശേഷം നമ്മളതിനെ സ്വാപ്പ് ചെയ്യുവാണ്. അപ്പോൾ അതായത് അപ്പം സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോൾ സി ഈ സെക്കൻഡ് പോർഷൻ, അതായത് LANC എന്നുള്ള റിവേഴ്സ് ചെയ്ത് CNAL എന്നുള്ള അതാദ്യം എഴുതുന്നു. പിന്നീട് ഈ ആദ്യമുള്ള പോർഷൻ, ആ പോർഷൻ അതായത് UB പുറകോട്ട് എടുക്കണം, UBMA അത് റിവേഴ്സ് ചെയ്തപ്പം അതാണ് രണ്ടാമത് എഴുതുന്നത്. അങ്ങനെയാണ്. പിന്നീട് ഈക്ക് മാറ്റമൊന്നുമില്ല. ആ രീതിയിലാണ് കോഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ കോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ I അതുപോലെ തന്നെ നിലനിർത്തുന്നു, ഡൽഹിയുടെ I അതുപോലെ തന്നെ നിലനിർത്തുന്നു. എന്നിട്ട് ന്യൂ എന്നുള്ളതിന് DL ന്യൂ എന്നുള്ളതിന് ന്യൂ മാത്രമല്ല NEWD ഇത്രയുള്ളതിന് ഒരുമിച്ച് ഒന്ന് റിവേഴ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ ELHനെ റിവേഴ്സ് ചെയ്യുന്നു, മാത്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പം നേരത്തെ ഇതുപോലെ തന്നെ NEWDനെ തിരിച്ചെഴുതുന്നു. അപ്പം DWEN എന്ന് വരുന്നു. അഗെയിൻ ELHനെ റിവേഴ്സ് ചെയ്യുന്നു, HLE എന്ന് വരുന്നു. അപ്പം HLE ആദ്യം എഴുതിയിട്ട് ഈ പറയുന്ന പോലെ HLE ആദ്യം എഴുതിയിട്ട് DWEN പിന്നീട് എഴുതുന്നു. എന്നിട്ട് HI വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കോഡ് ചെയ്തേക്കുന്നത്.
അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടേറിയ കോഡിംഗ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഹയർ ലെവൽ ഡിഫിക്കൽട്ടി കോഡിംഗ് ആണ് കുറച്ച്. അത് കോഡിങ്ങിനെ കെയർഫുള്ളായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ടാണ് എൻ്റെ ഒരു അഡ്വൈസ് ഉണ്ടാവുക. ഒരുപാട് സമയം അതിനകത്ത് കളയാണ്ടിരിക്കുക. മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപക്ഷെ കിട്ടും. അപ്പോൾ നമുക്ക് 135ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ നമ്പർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഒറ്റ ഇത് കിട്ടാൻ നമുക്ക് ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, ഓഡ് നമ്പർ, ഈവൻ നമ്പറാണ്. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ വേറെ പോസിബിലിറ്റി ഒരുപക്ഷെ ഉണ്ടാകാമായിരിക്കും. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാമായിരിക്കും. പക്ഷേ എന്ത് തന്നെയാലും ഇതൊരു കറക്റ്റ് ലോജിക്കാണ്. കാരണം ഇതിൽ ഓഡ് നമ്പറായിട്ടുള്ളത് 9347 മാത്രമേ ഒറ്റ സംഖ്യയായിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇരട്ട സംഖ്യകളാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് റൈറ്റ് ആൻസർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരുന്നുണ്ടെങ്കിൽ സാധാരണ ക്വസ്റ്റ്യൻസൊക്കെ ക്യാൻസൽ ചെയ്ത് പോകാനാണ് സാധ്യത. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതായിട്ട് അറിവില്ല. ഇനി അനദർ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ലീസ് ലൈക്ക് ദ അതർ വേർഡ്സ് ഇൻ ദി ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് മാസ് ഉണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്, വീനസ് ഉണ്ട്, പ്ലൂട്ടോ ഉണ്ട്. അപ്പോൾ ഇതേതാണ് കൂട്ടത്തിൽ പെടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനറ്റ്സുകളുടെ പേരാണെന്ന് അറിയാം. അപ്പോൾ നമുക്കറിയാം റീസെൻ്റ്ലി കുറച്ച് കാലങ്ങളായിട്ട് പ്ലൂട്ടോയെ ഒരു പ്ലാനറ്റായിട്ട് അതിനെ കരുതുന്നില്ല, അല്ലെങ്കിൽ മറ്റ് പ്ലാനറ്റുകളെ പോലെ. അപ്പോൾ അതുകൊണ്ട് പ്ലൂട്ടോ ആണ് അതിൽ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു നമ്പർ സീരീസ് പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ലെറ്റർ സീരീസ് ആണ്. അപ്പോൾ CHLO എന്നാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സി കഴിഞ്ഞിട്ട് പിന്നെ എച്ചിനിടയ്ക്ക് സി കഴിഞ്ഞാൽ ABC, D ഉണ്ട്, E ഉണ്ട്, F ഉണ്ട്, G ഉണ്ട്. അപ്പോൾ 4 ലെറ്റേഴ്സ് ഉണ്ട്. എന്നിട്ടാണ് എച്ച് വരുന്നത്. എച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് I ഉണ്ട്, J ഉണ്ട്, K ഉണ്ട്, പിന്നെയാണ് L വരുന്നത്. ഇപ്പം ഇൻ ബിറ്റ്വീൻ ഇടയിലുള്ള ലെറ്റേഴ്സിനെണ്ണം 3 ചുരുങ്ങി. അത് 4 പിന്നെ 3 അപ്പോൾ എല്ലിന് ഓയ്ക്കും ഇടയ്ക്ക് നോക്കൂ, JKLMN. ഇപ്പോൾ 2 ചുരുങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? ഇനി അടുത്ത O കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്നത്. അപ്പോൾ O കഴിഞ്ഞാൽ P ആണ്. അപ്പം P സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്ത് വരേണ്ടത്. അപ്പം Q ആണ് റൈറ്റ് ആൻസർ. ഇതിന് ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്ക് മിസ്സാക്കുന്ന ലെറ്റേഴ്സ് ഇവിടെ സിക്ക് എച്ചിനിടയ്ക്ക് 4 ലെറ്റർ മിസ്സാക്കി, എച്ചിന് 4 എല്ലിനിടയ്ക്ക് 3 ലെറ്റർ മിസ്സാക്കി, എല്ലിന് ഓയ്ക്ക് ഇടയ്ക്ക് 2 ലെറ്റർ മിസ്സാക്കി, ഓയ്ക്കും അടുത്ത മിസ്സിന് ഇടയ്ക്ക് 1 ലെറ്റർ മിസ്സാക്കുന്നു, അല്ല 1 ലെറ്റർ സ്കിപ്പ് ചെയ്യുന്നു. O കഴിഞ്ഞാൽ P സ്കിപ്പ് ചെയ്ത് Q പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ആൻസർ B റൈറ്റ് ആൻസറായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ലോജിക്ക്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം ചോദിച്ച ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. മറ്റൊരു സഫിഷ്യൻസി ക്വസ്റ്റ്യൻ, 2 ടൈപ്പ് സഫിഷ്യൻസി ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചാണ് ഈ ഒരു പാർട്ട് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. അവിടെ റിലേഷൻഷിപ്പ് സെൻറ്റേഡ് ആയിട്ടുള്ള സഫിഷ്യൻസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു 2023 ജൂലൈ KMAT examination logical reason review. There are certain questions which we'll discuss again. That is relationship centered question. Exclusive video we will discuss. Next video we will discuss again. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. വിഷ് യു ദി വെരി ബെസ്റ്റ്.